ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡു ഉണ്ടാക്കാം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. ഒരു ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാമാണ്. ബദാം കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതിയാകും. അതിലേക്ക് കുറച്ച് ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2-2.5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡ്രൈ നട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ അത് മുഴുവൻ നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്ര മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് അമൃതം പൊടി, കുട്ടികൾക്കൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നട്ട്സ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഈത്തപ്പഴം, നമുക്ക് എത്ര മധുരം വേണോ അത്രയും ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 6 to 7 ഈത്തപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ച ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അമൃതം പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ രൂപത്തിലായിരിക്കും കിട്ടുക. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയോ വേറെ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ലഡ്ഡു ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ്.